കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരു പ്രഭാതം കൂടെ നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം: കാണുവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദഭാഗമാണ് വായിക്കുവാൻ ഇടയായത്. കാണുവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ച വലിയ സ്നേഹം, ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതെ, കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മെ ആക്കി തീർക്കുവാൻ ദൈവം ഒരുക്കിയ ആ വലിയ സ്നേഹത്തെ ഇന്ന് പകൽ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവമക്കൾ എന്നുള്ള പദം, ദൈവമക്കൾ, ഒന്നാമത്തത് ചിന്തയാണ് ദൈവമക്കൾ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ഉം 13-ഉം വേദഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണിത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില സത്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രകൃത്യ അല്ലെങ്കിൽ ജന്മന മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളല്ല. അവർ അവൻ്റെ മക്കളായി രൂപാന്തരപ്പെടണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഏദൻ പറുദീസയിൽ പൊടികൊണ്ട് മനുഷ്യനെ രൂപകൽപ്പന ചെയ്ത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. അവന് ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സ്ത്രീയെ നിർമ്മിച്ചു. അവനൊരു ഭാര്യയെ കൊടുത്തു. ഇരുവരും സന്തോഷത്തോടെ ഏദൻ പറുദീസയിൽ ദൈവത്തോടുള്ള വാസത്തിൽ സന്തോഷമായി അവർ കഴിയുന്ന കാലഘട്ടങ്ങളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറയുന്നത് പോലെ പാപത്തിലേക്ക് മനുഷ്യനെ വീഴ്ത്തിക്കളയാൻ പിശാച് ഏദൻ പൂങ്കാവനത്തിൽ അവരെ വഞ്ചിച്ചു എന്ന് തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യാദികളെ മനുഷ്യൻ ചെയ്തതോടുകൂടെ മനുഷ്യൻ ദൈവത്തോടുള്ള വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുമാറി. പാപം അവരുടെ ജീവിതത്തിൽ വന്നു. അനുസരണക്കേടിനാൽ, ഏകന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിലേക്ക് വന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഏകന്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിലേക്ക് മനുഷ്യനിൽ കടന്നു. അവർ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ നിന്നും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അവർ അകന്നു മാറിയതായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ശക്തമായി വെളിപ്പെടുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജന്മന മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. ആദ്യം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ പാപം മനുഷ്യനിൽ വന്നതുകൊണ്ട് ഇപ്പോൾ ജനിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും അവരെല്ലാം പാപത്തിൻ്റെ കീഴിലാകൊണ്ട്, പാപത്തിൻ്റെ നുകത്തിൻ്റെ കീഴിലാകൊണ്ട്
ദൈവമക്കളാണെന്ന് പറയാൻ കഴിയുകയില്ല. നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്കിയേ, എന്തെല്ലാം ക്രൂര മനോഭാവങ്ങൾ കൊണ്ട് മനുഷ്യൻ എന്തെല്ലാം പ്രവണതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും പലവിധമായ പ്രവണതകൾ മനുഷ്യൻ ചെയ്യുന്നില്ലേ? അമ്മയാരെന്നറിയാൻ കഴിയുന്നില്ല, അപ്പനാരെന്നറിയാൻ കഴിയുന്നില്ല, ഭാര്യ ആരെന്നറിയാൻ കഴിയുന്നില്ല. തമ്മിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും പലവിധമായ പ്രവണതകൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നു. ഈ ചെയ്യുന്ന കൊലപാതകങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവമാണോ? അല്ല. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറഞ്ഞത്, അവർ ജന്മനാ മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളല്ല, അവർ ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടണം. അതെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ആ വാക്യം കാണുന്നു: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡം, പ്രകൃതിയാലുള്ള മനുഷ്യൻ, അതാരാണെന്ന് സൂചിപ്പിക്കുകയാണ്. മക്കൾക്ക് ജന്മം നൽകാൻ സാധിക്കും, എന്നാൽ ഒരിക്കലും ഒരാത്മീയ പുതുജീവൻ നൽകുവാൻ സാധിക്കയില്ല. ആ ശ്രമം എല്ലായ്പ്പോഴും പരാജയപ്പെടും. പക്ഷേ ദൈവത്തിനു മാത്രമേ ആത്മീയ ജീവൻ ഉളവാക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം വായിച്ച്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. അതുകൊണ്ട് പ്രകൃതിയാ ജനിച്ച മനുഷ്യൻ, ജന്മനാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളല്ലെന്ന് പറഞ്ഞതിന് കാരണം അവൻ ദൈവമക്കളായി രൂപാന്തരപ്പെടണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 2-ാമത്തെ വാക്യം പഠിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൻ്റെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചാൽ, പ്രകൃത്യാ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, സ്വന്തം ഇഷ്ടത്താൽ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുമാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു: ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും വിഷമമുള്ളതാണ്, അതാരാഞ്ഞറിയുന്നവൻ ആർ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം: യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്ത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഭൂമിയെ ഇനി ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. കണ്ടോ? ഇനി അടുത്ത വാക്യമുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 5-ാം വാക്യം: ഭൂമി അതിൻ്റെ നിവാസികളാൽ മലിനമായിരിക്കുന്നു, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 59-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ 59-ന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയാക്കിയത്. ഈ തിരുവെഴുത്തൊക്കെ നമ്മൾ വായിക്കുമ്പോഴും റോമാലേഖനം 3-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വേദഭാഗം പഠിക്കുമ്പോൾ, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ട്? അശേഷമില്ല. യഹൂദന്മാരും യവനരും ഒരേപോലെ പാപത്തിന് കീഴിലാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരുമില്ല. എല്ലാവരും വഴിതെറ്റി ഓരോപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പം വിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും വഴികളിലുണ്ട്. സമാധാനമാർഗം അവരറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അതെ, ഈ ലോകം നമ്മളൊന്ന് നോക്കിയേ. ഭയമില്ലാത്ത അവസ്ഥകൾ,
ശാപവും കയ്പും നിറഞ്ഞ അനുഭവങ്ങൾ, രക്തം ചൊരിയാൻ അവർ ബന്ധപ്പെടുന്നു. സമാധാനം അവരറിഞ്ഞിട്ടില്ല, അവർക്ക് ദൈവഭയമില്ല. എന്തെല്ലാം പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? മനുഷ്യൻ പാപത്തിൻ്റെ കീഴിലാണെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനവും ദൈവം ലോകത്തിലേക്ക് അയച്ച വെളിച്ചവും പ്രപഞ്ച സൃഷ്ടിയുടെ കാരണഭൂതനും ദൈവം നിയോഗിച്ച രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അതെ, മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അതെ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പിമ്പിലെ കാരണം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമം ഇല്ല. അതേ പ്രിയപ്പെട്ടവരെ, അവനെ കൈക്കൊള്ളുക എന്നതിലൂടെ അർത്ഥം യേശുവിനെ വിശ്വസിക്കുക എന്നതാണ്. വിശ്വസിക്കുക എന്നത് ഈ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. ബൈബിളിലെ മറ്റേത് പുസ്തകത്തെക്കാൾ കൂടുതൽ പ്രാവശ്യം, 100-ലധികം പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ അവനെ സ്വീകരിക്കുക, വിശ്വാസത്താൽ ദൈവമക്കളാകുകയും ചെയ്യുന്നു. അതെ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. വചനം പറയുന്നു, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലാണോ? ആമേൻ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ പരാജയപ്പെട്ട അവസ്ഥയാണോ? ഇന്ന് പകൽ രക്ഷ വേണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയുള്ളത്. അതുകൊണ്ട് രക്ഷകനായ കർത്താവിനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചന സന്ദേശങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമഹത്വമായി തീരട്ടെ. പരിശുദ്ധ പിതാവേ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവ മക്കളായി തീരുവാൻ തൻ്റെ ജനത്തെ ദൈവം സഹായിച്ചാട്ടെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ തിരുവെഴുത്തിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you.